ഹായ് കൂട്ടുകാരെ, ഒരു ഗ്രാമത്തില് ശനിയും ഞായറും വൈകുന്നേരം 6 മണി കഴിഞ്ഞാല് ആരും പുറത്ത് ഇറങ്ങാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഇറങ്ങിയാലേ പിന്നെ അവര് ജീവനോടെ കാണില്ല. ആ ഗ്രാമത്തിലെ എല്ലാരും വിശ്വസിക്കുന്നത് അതൊരു ആത്മാവാണെന്നാണ്. എന്നാല് ആ തുടർ കൊലപാതകങ്ങള് മറ്റെന്തോ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കഥയുടെ തുടക്കം ഒരു ഹൊറർ മോഡിൽ വന്നിട്ട് പതിയെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് മാറിയിട്ട് പിന്നെ ഒരു മിസ്റ്ററിയോടെ അവസാനിക്കുന്ന ഏറ്റവും പുതിയ ഒരു അടിപൊളി തെലുഗു ട്വിസ്റ്റഡ് ക്രൈം ത്രില്ലറാണ്. കഥയുടെ പേര് ഭൈരവ ബലി. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ മാക്സിമം ഒന്ന് തട്ടിവിട്ടേക്കണേ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു സ്കൂളിലെ തടാകത്തിലെ ഒരു കൂട്ടുകാരി മരണപ്പെട്ട് കിടക്കാണ്. അതിന്റെ പിന്നിലെ രഹസ്യം തേടിയിറങ്ങുന്ന കൂട്ടുകാരുടെ കിടിലൻ ട്വിസ്റ്റ് നിറച്ച അടിപൊളി ഒരു സീരീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാര് ആ കഥ കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഈ കഥയുടെ ആരംഭത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളും ഒന്നു ചേർന്ന് ആടിപ്പാടി അവരുടെ ചടങ്ങുകളുമായിട്ട് വളരെ സന്തോഷത്തില് ആ ഒരു ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ചടങ്ങിന്റെ ഇടയിലെ ഗ്രാമത്തലവനായിട്ടുള്ള വിശ്വയുടെ ഭാര്യ ജനനിയുടെ ശരീരത്തിലെ കാളി കയറാണ്. അവസാനം നല്ല രീതിയിൽ തന്നെ ആ ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ്. അടുത്ത സീനിലെ ഏതോ ഒരാളില്ലേ ഈ ഗ്രാമത്തില് ഇവിടെ ആർക്കും അറിയാത്ത ഒരു വലിയ ആപത്തുണ്ട്. അതെന്താണെന്ന് അയാൾ പറയുന്നതിന് മുൻപ് അയാൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടതാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ആ ഗ്രാമത്തിന്റെ തലവനായിട്ടുള്ള വിശ്വയും കുടുംബവും വീട്ടിലെ ഒരു പൂജ നടത്തുകയാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു വിശ്വാസമുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് അധികം അറിയില്ല. അതായത് ആഴ്ചയിലെ ശനിയും ഞായറാകുമ്പോൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം ആരെങ്കിലും വീടിന്റെ പുറത്തു വന്നാല് അവര് കൊല്ലപ്പെടാറുണ്ട്. അതിന്റെ പിന്നിൽ ചില ആത്മാക്കളാണെന്നാണ് പൊതുവെ ആ നാട്ടിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ശനിയും ഞായറാകുമ്പോൾ ആ നാട്ടിലെ ആളുകൾ വൈകുന്നേരം ആകുന്നതിന് മുൻപ് തന്നെ എല്ലാ വീടുകളും അവരുടെ കടകളും എല്ലാം ലോക്ക് ചെയ്ത് അവരുടെ ജീവനും പ്രൊട്ടക്ട് ചെയ്ത് വീട്ടില് സേഫായി ഇരിക്കാറാണ്. ഇപ്പോൾ ആ ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ. അങ്ങനെ അടുത്ത സീനില് ആ ഗ്രാമത്തിലേക്ക് അർദ്ധരാത്രി സമയപ്പോ ഒരു കാറ് വന്നോണ്ടിരിക്കുകയാണ്. ആ കാറില് 2 പെൺകുട്ടികളുണ്ട്. അതില് ഒരു പെൺകുട്ടിയുടെ പേരാണ് പത്മ. അതായത് നമ്മുടെ ഗ്രാമത്തലവൻ വിശ്വയില്ലേ, വിശ്വയുടെ മകളാണ്. കൂടെയുള്ളത് അവളുടെ കൂട്ടുകാരി ഷീലയാണ്. അതായത് ഈ നാടൊന്ന് ചുറ്റി കാണിക്കാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അപ്പോ കൂട്ടുകാരി ഷീല ഫോണില് എന്തോ വ്ളോഗ് പോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഡ്രൈവർ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സമയത്ത് എന്തിനാ വന്നേ? അപ്പൊ അവര് എന്താ കുഴപ്പം? അപ്പോഴാണ് ആ നാട്ടിലെ ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് അവരോട് പറയുന്നത്. എന്നാൽ അവർ രണ്ടുപേരും ഈ കാലത്തും ആരെങ്കിലും വിശ്വസിക്കുക കേട്ടാ പറഞ്ഞു തരുന്നില്ല. പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പായി പോവാണ്. നോക്കുമ്പോൾ വണ്ടി പഞ്ചർ ആയതാണ്. അപ്പോൾ വണ്ടിയിൽ സ്റ്റെപ്പിനി ഉണ്ട്. ഡ്രൈവർ റെഡിയാക്കിയിട്ട് വരാന്ന് പറയുമ്പോൾ ഷീലക്ക് ആ ഒരു നാട് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പത്മയോട് നമുക്ക് പതിയെ മുന്നോട്ട് നടന്നാലോ? അങ്ങനെ അവർ നടന്നു തുടങ്ങുകയാണ്. കാരണം ഡ്രൈവർ വണ്ടി റെഡിയാക്കിയിട്ട് അവരുടെ പിന്നാലെ വരുമല്ലോ. എന്നാൽ ഡ്രൈവർ അത് ആപത്താണ് പോരുതെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നിന്റെ ഡ്രൈവർ അയാള് എന്തൊരു ഗുണ്ടൊക്കെ അടിച്ചുവിടുന്നത്. ഈ നാട്ടില് രാത്രി സമയത്ത് ആരും ഇറങ്ങി നടക്കാൻ പാടില്ല, കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അയാളെ കളിയാക്കി വന്നോണ്ടിരിക്കുമ്പോ അവരുടെ നേരെ മുമ്പിലായിട്ട് ഒരു ബിൽഡിംഗ് കാണുകയാണ്. അവിടെ 2 ചുവന്ന കണ്ണുകളെ ഇവരെ തന്നെ നോക്കുന്ന പോലെ കണ്ട് ഇവർ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. ആ ഡ്രൈവർ പറഞ്ഞത് സത്യാന്ന് തോന്നിയിട്ട് അവരോട് നിന്ന് ഓടി അവരുടെ വണ്ടിയുടെ അരികിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നത് 4 പയ്യന്മാരായിരുന്നു. അവര് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സിഗരറ്റിന്റെ തീ കാണിച്ചിട്ട് അവരൊന്ന് പേടിപ്പിച്ചു വിട്ടതാ. അപ്പോൾ നിങ്ങൾക്ക് ചില സംശയം ഉണ്ടാവും, അതായത് ഈ 4 ആളുകൾ ഇത്ര ധൈര്യത്തില് രാത്രി പുറത്തിറങ്ങിയത് എന്താ? അതായത് അവർക്ക് പ്രേതത്തിലോ അങ്ങനത്തെ ആത്മാക്കളിലോ ഒന്നും വിശ്വാസമില്ല. അതുമല്ല അവർക്കിനി 2 അടിക്കണമെങ്കിൽ അടിക്കുകയും ചെയ്യാം. കാരണം നാട്ടിൽ ആരും പേടിച്ചിട്ട് പുറത്തിറങ്ങാനും പോകുന്നില്ല, അവർ ചെയ്യുന്നത് കാണാനും പോകുന്നില്ല. അങ്ങനെ അവര് കൊണ്ടുവന്ന കുപ്പി തീർന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തില് ഗുരു പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും ആയില്ല, വേറൊരു കുപ്പി എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പോണം. എന്നാൽ ബാക്കി കൂട്ടുകാര് നമ്മൾ ആ സാധനം വെച്ചിട്ടുള്ളത് കിണറ്റിലല്ലേ, ഇപ്പൊ പോകുന്ന ആപത്താ, തൽക്കാലം നീ അതുകൊണ്ട് ഒപ്പിക്കേ, ബാക്കി നാളെ ശരിയാക്കാന്ന്. എന്നാൽ ഗുരു എനിക്ക് ഒരു പേടിയില്ല, പേടിയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്നോ, ഞാൻ ഒറ്റക്ക് പോയിട്ട് എടുത്തിട്ട് വന്നോളൂ. അങ്ങനെ ഗുരു പോയിട്ട് കുറച്ചു നേരം ഫ്രണ്ട്സ് കാത്തുനിന്നിട്ടും അവൻ തിരിച്ചിരുന്ന് കാണുന്നില്ല. അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട് ദിനേശ് അവൻ എവിടെയാ, എന്താ പറ്റിയ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നാൽ അവന്റെ മുഖത്ത് നല്ല പേടിയുണ്ട്. അപ്പോൾ ബാക്കി കൂട്ടുകാര് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ തേടി പിന്നാലെ പോവാണ്. എന്നാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കാണുന്നില്ല. അപ്പോഴാണ് അടുത്ത ദിവസം ആ ഗ്രാമത്തില് ഒരു മരണം സംഭവിച്ചതായിട്ട് ജനങ്ങൾ പറയുന്നത്. നമുക്കൊരു ഡൗട്ട് എന്താണ്, ഇന്നലെ രാത്രി പോയ ഗുരുവായിരിക്കും ഇനി. അപ്പോഴാണ് നമ്മൾ കാണുന്നത് മരണപ്പെട്ടത് ഒരു ലേഡിയാണ്. അങ്ങനെ പോലീസ് ആ ഒരു സ്ത്രീയുടെ ബോഡി കാണാൻ വരികയാണ്. അപ്പോഴാണ് ആ ഒരു ലേഡി ആരാന്ന് മനസ്സിലാവുന്നത്. അതായത് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്. അവരെങ്ങനെയാ മരണപ്പെട്ടെന്ന് നോക്കുമ്പോൾ ആരോ അവരുടെ കഴുത്ത് അറുത്തിട്ടാണ് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ഒരു നഴ്സിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അവര് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്ന, ഒരു എനിമീസോ ശത്രുക്കളോ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ആരായിരിക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു മരണം നടന്നില്ലേ, അപ്പോൾ ഗ്രാമത്തലവനോട് പറയാനായിട്ട് നമ്മുടെ ഇൻസ്പെക്ടറും കൂട്ടാളികളും വിശ്വയെ കാണാൻ വരികയാണ്. എന്നിട്ട് വിശ്വയോട് നിങ്ങളുടെ നാട്ടില്
ഒരു നേഴ്സ് കഴിഞ്ഞ രാത്രി കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതും ക്രൂരമായിട്ട് കഴുത്തറക്കപ്പെട്ട നിലയിൽ. അത് കേട്ടപ്പോ എന്ത് കൊലപാതകോ? ഈ നാട്ടിൽ അങ്ങനെ നടക്കാത്താണല്ലോ. ഇനി ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ കുറ്റവാളിയെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലെ ബാലു എന്ന ഒരാളുണ്ട്. അയാള് നമ്മുടെ ഇൻസ്പെക്ടറോടും ഡോക്ടറോടായിട്ട് പറയുന്നുണ്ട്, സാറേ ഇന്നലെ രാത്രി ആ നഴ്സിനെ ആരെ കൊലപ്പെടുത്തിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഷോക്കായിട്ട് ഇൻസ്പെക്ടർ, എന്ത് നീ കണ്ടിട്ടുണ്ടെന്നോ? ആരാ കൊലപ്പെടുത്തിയ? അപ്പോഴാണ് ബാലു എന്താണ് സംഭവിച്ചത് ആ കാര്യം പറയുന്നത്. അതായത് ബാലു രാത്രി നല്ല ഉറക്കമായിരുന്നു. അപ്പോ എന്തോ ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അപ്പോഴാണ് ആ ഒരു കൊലയാളിയെ അവൻ കാണുന്നത്. അത് ഒരു സ്ത്രീയായിരുന്നു, വേറെ ആരുമല്ല, നമ്മുടെ ഗ്രാമത്തലവൻ വിശ്വയുടെ ഭാര്യ ജനനി തന്നെയായിരുന്നു. എന്നാൽ കൊലപ്പെടുന്ന സമയത്ത് ജനനിയിലെ അവളുടെ ശരീരത്തില് എന്തോ കയറി പോലെയായിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ കാഴ്ച നേരിട്ട് കണ്ടപ്പോ എന്റെ ജീവന് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയതാ സാറേ. കൊലയാളി ഗ്രാമത്തലവന്റെ ഭാര്യ ജനനിയാന്നറിഞ്ഞപ്പോ ഇൻസ്പെക്ടറും ഡോക്ടറും ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ ബാലു പറഞ്ഞതൊക്കെ നമ്മുടെ വിശ്വയില്ലേ അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴും തണ്ണിയാ സാറേ, അതുപോലെ അവനൊരു പിരി ലൂസുവാ, അവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. അപ്പോ ഇൻസ്പെക്ടറും കരുതുന്നുണ്ട് അപ്പോ ഇവനും ആ മദ്യത്തിന്റെ സ്വഭാവത്തിൽ പറയുന്നതാണ്. മേലില് സമൂഹത്തില് ഉയർന്ന ആളുകളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയാലേ പിന്നെ ഞാൻ നിനക്ക് തീർത്തളയും ബാലു. എന്നാൽ ഗ്രാമത്തലവൻ വിശ്വയ്ക്ക് ബാലു പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് സംശയമുണ്ട്. എന്നാൽ തന്റെ ഭാര്യയെ പോലീസിന് അങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. തന്റെ അഭിമാനം എന്താവും? ആ ഒരു സംശയം തീർക്കാനായിട്ട് ജനനിയോട്, അല്ല കഴിഞ്ഞ ദിവസം രാത്രി നീ എവിടെയായിരുന്നു? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എവിടെ പോവാനാ? ഞാന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ബാലു പറഞ്ഞതൊന്നും ജനനി കേട്ടിട്ടില്ല. അല്ല എന്തുകൊണ്ടായിരിക്കും ഹസ്ബൻഡ് തന്നെ ഇതൊക്കെ ചോദിക്കുന്നേ? അവരുടെ മുഖത്ത് അവർക്കൊന്നും മനസ്സിലാത്ത പോലെ ഉണ്ട്. അങ്ങനെ ഗ്രാമത്തിലേക്ക് പത്മയും ഫ്രണ്ട് ശീലയും വന്നിട്ടില്ലേ. അപ്പോ ഗ്രാമക്ക് മുഴുവനായിട്ട് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാന്ന് അവര് രണ്ടുപേരും പറയുമ്പോ ജനനി പറയുന്നിട്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ പോയാൽ മതി. അതിനമ്മേ രാത്രി പോലല്ലേ പ്രശ്നമുള്ളൂ, നമ്മള് പകല് പോയിട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് തിരിച്ചു വന്നേക്കാം. അങ്ങനെ അവസാനം അമ്മയും സമ്മതിക്കാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ 4 പയ്യന്മാരിലെ ബോട്ടിൽ എടുക്കാൻ പോയ ഗുരുവില്ലേ, അവനെ കാണാതായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ തേടിയിട്ട് അവസാനം അവന്റെ വീട്ടിൽ നോക്കുമ്പോ അവൻ കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, അല്ല ഗുരുപ്പെ, നമ്മളെ പേടിപ്പിച്ചിട്ട് നീ നല്ല ഉറക്കാലേ. ഇന്നലെ രാത്രി എന്താ പറ്റിയേ? പെട്ടെന്ന് കാണാത്തല്ലോ. അത് രാത്രി നമ്മള് കുപ്പി വെച്ച സ്ഥലത്തുനിന്ന് ആ ഒരു കുപ്പി എടുക്കാൻ പോയപ്പോ അത് അവിടെ ഉണ്ടായില്ല. അപ്പോഴാണ് ആ ഭാഗത്തൂടി ഒരു സ്ത്രീ നടന്നുവെന്ന് കണ്ടേ. അപ്പോ അതാരാണെന്ന് നോക്കാന് ഞാനും ഫോളോ ചെയ്ത് പോയതാ. എന്നാല് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ട് പേടിയായപ്പോ ഞാൻ ഓടി വീട്ടിലേക്ക് വന്നതാ. എന്നാല് ഫ്രണ്ട്സ് ആണെങ്കിൽ നിന്റെ തള്ളു കാതയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ കുപ്പി മുഴുവൻ അടിച്ചിട്ട് കിറങ്ങി ബോധം കേട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് അവൻ കഥ ഇറക്കി നോക്ക്. എടാ പിടിക്കടാ, അവന് 2 കൊടുത്തു കളയാം. അങ്ങനെ ഫ്രണ്ട്സിലും കൂടി ഗുരുവിനെ പിടിക്കാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അവനെ പഞ്ഞിക്കിടാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പത്മയും അതുപോലെ ഷീലയും വരുന്നത്. അങ്ങനെ തന്റെ അമ്മായിയോട് അവള് സംസാരിച്ചിട്ട് കൂട്ടുകാരി ഷീലയെ നമ്മുടെ ഗുരുവിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഷീല സിറ്റിയിൽ വളർന്നതല്ലേ, അപ്പോൾ ഗുരുവിനെ ഹഗ് ചെയ്ത് പരിചയപ്പെടുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കും പരിചയപ്പെടണം. അപ്പോൾ ഷീല ഒരു മടിയും കൂടാതെ അവർ ഓരോരുത്തരും ഹഗ് ചെയ്യാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാടൊക്കൊന്ന് ചുറ്റി കാണാൻ പോയാലോ. അപ്പോൾ മാമി പറയുന്നുണ്ട് എല്ലാരും പോന്നേക്ക് കൊള്ളാം, വല്ലാതെ ഇരുട് ആവുന്നതിന് മുൻപ് തിരിച്ചെത്തണേ. അങ്ങനെ ആ ഗ്രാമത്തിന്റെ സൗന്ദര്യമൊക്കെ അവര് ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നഴ്സ് കൊല്ലപ്പെട്ടിരുന്നില്ലേ, ആ ഒരു ബോഡിക്ക് കാവൽ നിൽക്കുന്നത് നമ്മുടെ ബാലുവാണ്. അതായത് ബാലുവിന്റെ ജോലി ആ നാട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. എന്നാൽ ശവത്തിനല്ലേ കാവൽ നിൽക്കുന്നേ. ബാലുവിന് നല്ല പേടിയുണ്ട്. അപ്പോൾ പേടിയൊന്ന് കൺട്രോൾ ചെയ്യാൻ കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കാൻ നോക്കുമ്പോൾ, പേടിയുണ്ടെങ്കിൽ നിന്നോട് ആരെങ്കിലും പോകാൻ പറഞ്ഞോ, നിനക്കെന്താടാ ബോധം പോയിട്ടുണ്ടോ? അതും പറഞ്ഞ് കൂട്ടുകാരൻ ഫോണ് കട്ട് ചെയ്യുമ്പോൾ, ആ ശരിയാണല്ലോ, അവൻ പറഞ്ഞപ്പോഴാ ഓർത്തെ കയ്യിൽ കുപ്പിയില്ലേ. അങ്ങനെ അതെടുത്ത് അടിക്കാണ്. അടിച്ചഴിഞ്ഞിട്ട് ഇനി എന്ത് പേടിക്കാനോ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പ്രേതൊന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ്. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്താന്ന് നോക്കാൻ പതി ഉള്ളിലേക്ക് പോകുമ്പോൾ മരണപ്പെട്ട നഴ്സില്ലേ, അവര് എഴുന്നേറ്റ് നടക്കുകയാണ്. അത് കണ്ടപ്പോ പേടിച്ച് വരച്ചിട്ട് ബാലുവിന്റെ ബോധം തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നഴ്സ് നടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാല് പത്മയോടും ഫ്രണ്ട്സിനോടും പുറത്തേക്ക് പോകുമ്പോഴേ അമ്മ പറഞ്ഞതല്ലേ ഇരുടാവുന്നതിന് മുൻപ് തിരിച്ചു വരാനേ. എന്നാൽ അവര് കഥയൊക്കെ പറഞ്ഞിട്ട് സമയം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ രാത്രിയല്ലേ അവര് തിരിച്ചു വരുന്നത്. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരുത്തൻ പറയുന്നത് ഇന്നലെ ഗുരുവിന് എന്തോ സംഭവിച്ചു പോയെന്ന് വെറുതെ പേടിച്ചതാ, ഇനിയിപ്പോ എനിക്ക് പേടിയൊന്നുമില്ല. ആഹാ, എന്നാ പിന്നെ നീ ഇന്ന് ഒറ്റക്ക് വീട്ടിലേക്ക് പോയാൽ മതി. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൻ ധൈര്യത്തില് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ദൂരം എത്തിയപ്പോ അവന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ അവനൊരു കാഴ്ച കണ്ട് ഷോക്കായി പോകുന്നുണ്ട്. ആ ഒരു നേഴ്സില്ലേ അവരെഴുന്നേറ്റ് നടന്നു പോവാണ്. അപ്പോൾ അവനാണെങ്കിൽ അല്ല നിങ്ങളിത് എങ്ങോട്ടാ? ഈ സമയത്ത് നമ്മുടെ ഈ നാട്ടില് രാത്രി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, ആപത്താണ്. അപ്പോഴാണ് നേഴ്സിലെ കയ്യിലൊരു കത്തിയുമായിട്ട് അവന്റെ നേരേക്ക് തിരിയുന്നത്. അവൻ പേടിച്ച് വരച്ചിട്ട് അവിടെ നോടി തള്ളുന്നുണ്ട്. അടുത്ത സീനിലെ ഒരു വൈഫ്, ഇവരുടെ പേര് സുമ എന്നാണ്. അവരെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ലേറ്റ് ആയില്ലേ, നാളെ ചെയ്താൽ പോരെ. എന്നാല് സുമ ഇതിപ്പോ തീരും, അധികമൊന്നുമില്ല. അപ്പോഴാണ് അവര് പ്രതീക്ഷിക്കാതെ ആ ഒരു നഴ്സിലെ ആ ഒരു വീട്ടിലേക്ക് കയറുന്നത്. എന്നാല് സുമ ഫുള്ള് ഫോക്കസിൽ ജോലി ചെയ്യല്ലേ. പിന്നാലെ വന്ന നഴ്സിലെ അവരുടെ കഴുത്തിൽ വെട്ടുകയാണ്.
കിടക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഡോക്ടറും ആളുകളും ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് ബാലു മയങ്ങി കിടക്കുന്ന കാണുന്നേ. നിന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അടിച്ച് ബോധം കെട്ട് കിടക്കുക. അപ്പോഴാണ് ബാലു പറയുന്നേ, ഇന്നലെ മരണപ്പെട്ട നഴ്സിലെ അവര് രാത്രി എഴുന്നേറ്റ് നടന്നു പോകുന്നുണ്ടായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടതാ. സംശയം തീർക്കാനായിട്ട് ആ ഒരു ബോഡിയുടെ സ്ഥലത്തേക്ക് നമ്മുടെ ഡോക്ടറും ഒരു അറ്റൻഡറും വന്നു നോക്കുമ്പോൾ അവിടെ ആ ബോഡിയുണ്ട്. ബാലുവിന് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് ഇന്നലെ രാത്രി ആ ഒരു നേഴ്സ് സുമിയെ കൊലപ്പെടുത്തിയില്ലേ, അപ്പോ സുമിയുടെ ഹസ്ബൻഡിനോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവള് ജോലി ചെയ്യായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി, എന്നാല് ആരാണ് അവളിങ്ങനെ ചെയ്തെന്നറിയില്ല. അങ്ങനെ സുമ കൊല്ലപ്പെട്ട കാര്യം നമ്മുടെ ഇൻസ്പെക്ടർ ഗ്രാമത്തലവനായ വിശ്വയെ അറിയിക്കുമ്പോൾ അവര് നാട്ടില് നല്ലത് ചെയ്യുന്ന ആളായിരുന്നില്ലേ, പെട്ടെന്ന് അവർക്കെന്താ പറ്റിയേ? അപ്പോഴാണ് ജനങ്ങൾ പറയുന്നത്, ഇപ്പോ നമ്മുടെ നാട്ടില് 2 കൊലപാതകം നടന്നിട്ടുണ്ട്, നമ്മള് എന്തെങ്കിലും ചെയ്തേ മതിയാവും, ആ ഒരു കൊലയാളിയെ അതിന്റെ പിന്നിലെ രഹസ്യം തേടി പിടിച്ചേ മതിയാവും. അപ്പോഴാണ് വിശ്വ ചോദിക്കുന്നത്, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ? അപ്പോഴാണ് അവിടുത്തെ പൂജാരി പറയുന്നത്, നമുക്ക് ഒരു പൂജ ചെയ്താലോ? അപ്പോഴാണ് തലവൻ വിശ്വയുടെ ഭാര്യ ജനനിയില്ലേ, അവള് പറയുന്നത്, എനിക്ക് ബലി വേണം, അതായത് ഉള്ളിലെന്തോ ശക്തി കയറിയ പോലെ. അപ്പോൾ ഓരോരുത്തരും അവരെ കൺട്രോൾ ചെയ്തിട്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ പൂജാരി അവര് ബലി ചോദിച്ച സ്ഥിതിക്ക് നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ രാത്രി നമ്മുടെ ഗുരുവിന്റെ ഫ്രണ്ട്സില് ഒരുത്തൻ ആ സ്ത്രീയെ കണ്ടിട്ട് വല്ലാതെ പേടിച്ചു പോയില്ലേ, അവനിപ്പോ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വീട്ടിലുള്ളത്. എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഫ്രണ്ട്സിന് ഉറപ്പായതുകൊണ്ട് അവനെ തനിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിനക്ക് എന്താടാ പറ്റിയേ? അപ്പോഴാണ് അവൻ പറയുന്നേ, ആ ഒരു നഴ്സ് നടന്നു പോന്നെ ഞാൻ കണ്ടടാ, നീ എന്താടാ പറയുന്നേ, വിശ്വസിക്കാൻ പറ്റുന്ന വല്ലതും പറ. എന്നാലും അവർക്കും പേടിയാവുന്നുണ്ട്. അതേ സമയത്ത് ബലി ചോദിച്ചില്ലേ, അവസാനം ഒരു ആടിനെ ബലി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ആടിനെ ബലി കൊടുക്കുന്ന ആളില്ലേ, ആ ആടിനെ ബലി കൊടുക്കുമ്പോൾ സിറ്റിയിൽ നിന്ന് ആ നാട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടി ആ കാഴ്ച കണ്ടിട്ട് ബോധം കെട്ട് വീണു പോണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് ജാൻസി. അങ്ങനെ വിഷുവില്ലേ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല മോളെ നീ എവിടുന്ന വന്നേ, എന്തിനാ വന്നേ? അപ്പോഴാണ് ജാൻസി പറയുന്നേ, ഞാൻ ഈ മീഡിയയിൽ വർക്ക് ചെയ്യാണ്, ഈ നാട്ടില് ചില അമാനുഷിക മരണങ്ങൾ സംഭവിക്കാറില്ലേ, അപ്പൊ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് വന്നതാ. അപ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. അങ്ങനെ ജാൻസിയുടെ അസിസ്റ്റന്റ് പൂജയെയും അവർക്ക് പരിചയപ്പെടുത്താണ്. അപ്പോൾ വിഷു ആണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, എന്റെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തോ. അങ്ങനെ ഇപ്പോൾ അവർക്ക് സമാധാനം ഒന്നുണ്ട്, ഇനിയിപ്പോ ഒരു വീട് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പത്മയും ഷീലയും ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ജാൻസിയും പൂജയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ ഒരു വീടിന്റെ ഉള്ള് മുഴുവനായിട്ട് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ജാൻസി ഇത് കൊള്ളാലോ, നല്ല സൗകര്യമുള്ള വലിയ വീടാണല്ലോ. അപ്പോ പത്മയും ശീലയും പറയുന്നുണ്ട്, നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോ നമ്മൾ പോയിട്ട് വരാം. അങ്ങനെ അവര് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആ വീടിന്റെ ഗേറ്റില്ലേ അത് ഓട്ടോമാറ്റിക്കലി പതി അടയാണ്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് ഗ്രാമത്തലവൻ വിശ്വ അങ്ങേര് ബാത്റൂമിൽ കയറിയിട്ട് കുളിക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് ജനലിന്റെ പുറത്തൂടെ എന്തോന്ന് ക്രോസ് ചെയ്ത് പാഞ്ഞു പോയ പോലെ അങ്ങേർക്ക് ഫീൽ ചെയ്യാണ്. അല്ല എന്തോ കണ്ടല്ലോ, അതെന്തായിരിക്കും? അങ്ങനെ ജനൽ തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് ഒരു രൂപമില്ലേ അയാളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാണ്. അങ്ങേര് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടരികില് തന്റെ ഭാര്യയുണ്ട്. അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നോ? വിശ്വയ്ക്ക് അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ജാൻസി സ്റ്റേ ചെയ്യുന്ന ആ ഒരു വീടിന്റെ വാതിലാരെ തട്ടുന്നേ. നോക്കുമ്പോൾ നമ്മുടെ ഗുരു പാലും കൊണ്ട് വന്നതാണ്. അതായത് ഗുരുവിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ എല്ലാ വീടുകളിലും പാല് സപ്ലൈ ചെയ്യലാണ്. ഗുരു ഈ നാട്ടിൽ തന്നെയാണ്, പുറത്തെവിടെയും പോയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ നാട്ടിനെ കുറിച്ച് അറിയാൻ അവനോട് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവള് പതിയെ, അല്ല ഗുരു, നിങ്ങളുടെ നാട്ടില് ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്താ രാത്രി നേരത്തെ എല്ലാ ആളുകളും വീട്ടിൽ കയറിയിട്ട് വാതിലടക്കുന്നേ? അത് ആ സമയത്ത് ഈ നാട്ടില് പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പിന്നില് ചില ആത്മാക്കളാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ജാൻസി മാഡം, നിങ്ങൾ ഈ ഒരു വീട്ടില് ഒന്ന് ശ്രദ്ധിച്ച് സേഫായിട്ടിരിക്കെ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നതിന് മുൻപ് ഇതേ വീട്ടിൽ തന്നെ വേറൊരു മീഡിയയിൽ നിന്ന് വന്ന പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പെട്ടെന്ന് അവളെ കാണാതായി. അവള് എവിടെയാ പോയേ, എന്താ പറ്റിയതെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജാൻസിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗുരുവില്ലേ ആ ഒരു ഗേറ്റ് അടച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അവൻ പോയി കഴിഞ്ഞപ്പോ ആ ഗേറ്റ് പതിയെ ഓപ്പൺ ആവാണ്. എന്നാൽ രണ്ടാമത് സുമ കൊല്ലപ്പെടില്ലേ. അപ്പോൾ ഇൻസ്പെക്ടറുടെ സംശയം എന്താണെന്ന് വെച്ചാല് അന്ന് രാത്രി ബാലു നല്ലോണം കുടിച്ചിരുന്നില്ലേ, എന്നിട്ട് രാവിലെ നഴ്സ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എന്നൊക്കെ കെട്ടുകഥയും പറഞ്ഞില്ലേ. അപ്പോ അവൻ തന്നെയായിരിക്കും ചിലപ്പോ ആ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. ഡോക്ടറും ആ സംശയം പറയുമ്പോ ഗ്രാമത്തലവൻ വിശ്വ പറയുന്നുണ്ട്, അതിനു മാത്രം ധൈര്യമൊന്നും ആ ബാലുവിനില്ല, എന്നാല് വേറെ ആരോ ആ കൊലപാതകത്തിന് പിന്നിലുണ്ട്. അതാരാണെന്ന് ശരിക്കൊന്ന് അന്വേഷിച്ച് നോക്ക്, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. അടുത്ത സീനില് നമ്മുടെ ഗുരുവിന്റെ കൂട്ടുകാരില്ലേ അതിൽ ഒരുത്തിന്റെ പേര് ദിനേശ് എന്നാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു സ്റ്റുഡിയോ റൺ ചെയ്യാണ്. അപ്പോൾ ഫ്രീയുള്ള ടൈമിൽ എല്ലാ ഫ്രണ്ട്സും ഒന്നിച്ച് ആ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ ജാൻസിയില്ലേ ആ ഒരു നാടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ നാടിന് പരിചയമുള്ള ഗുരുവിന്റെ ഹെൽപ്പ് വെച്ചില്ലേ. അപ്പോൾ ഗുരുവിന്റെ കൂടെ ആ ഒരു നാട്ടില് പല സ്ഥലത്തേക്കും പോവാണ്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, ഇതുവരെ അന്വേഷണത്തിൽ ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? എവിടെ, ആരോട് ചോദിച്ചിട്ടും ആരും അങ്ങ് വിട്ടു പറയുന്നില്ല. ഞാൻ വന്നതും എന്റെ ടൈമൊക്കെ വെറുതെ വേസ്റ്റ് ആവാൻ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഗുരു പറയുന്നത്, ഈ നാട്ടിന്റെ പുറത്ത് ഒരു മുത്തശ്ശിയുണ്ട്,
അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യം പറയായിരിക്കും. അവർക്കാണെങ്കിൽ കുറച്ച് മന്ത്രവാദിയും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ ആ ഒരു മന്ത്രവാദിനി അവരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വേറെയും കുറച്ചധികം ആളുകളുണ്ട്. നമ്മുടെ ജാൻസിയെ കണ്ടപ്പോൾ തന്നെ ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട, നീ എന്തായാലും ഇരിക്കേ. എന്നിട്ട് അവരില്ലേ ജാൻസിയുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ എവിടെയോ ഏതൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ ഒരു മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ തേടി വന്നത് ആ ഒരു പെൺകുട്ടിയല്ലേ? അപ്പോൾ അവളും അതെ അവളെ തന്നെ. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ വിഷ്വൽസ് ഇല്ലേ വീണ്ടും നമ്മുടെ ജാൻസിക്ക് കാണാൻ പറ്റുകയാണ്. അതുപോലെ അടുത്തതായിട്ട് ഒരു കൊലപാതകം നടക്കാൻ പോകുന്നതും അവൾ കാണുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് ആ ഒരു അപകടം തടുക്കാൻ നമുക്ക് പറ്റുമോ? ആ ഒരു അപകടം അത് നടന്നേ തീരൂ, അതാർക്കും തടുക്കാൻ പറ്റില്ല. അതായത് ജാൻസി എന്താ കണ്ടെന്ന് വെച്ചാല് ഏതോ ഒരാളെ 4 ആളുകളില്ലേ എടുത്ത് പഞ്ഞിക്കിടാണ് അവസാനം ആ ഒരു വ്യക്തിയെ അവർ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ ഒരു മുത്തശ്ശിയെ കാണാൻ പോയ കാര്യം ഗുരു ചോദിക്കുമ്പോൾ അവൾ അറിഞ്ഞ കാര്യമൊക്കെ ഗുരുവിനോട് പറയുന്നുണ്ട്. എന്നാൽ ഗുരുവിനും ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയിപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക? എന്തായാലും നിങ്ങളൊന്ന് സേഫായിട്ടിരിക്കും മേഡം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ ജാൻസിക്ക് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയാതെ ആ ഒരു ടെൻഷനിലിരിക്കുന്ന കണ്ടപ്പോൾ അസിസ്റ്റന്റ് പൂജ അവൾ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജാൻസി കണ്ടതും അറിഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യം അവളോട് പറയാണ്. എന്നാൽ പൂജയാണെങ്കിൽ അല്ല മേഡം നിങ്ങളതൊക്കെ വിശ്വസിച്ചോ? ചിലപ്പോൾ ആ ഒരു മുത്തശ്ശി അവര് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചായിരിക്കും. എന്നാൽ ജാൻസി അത് പറഞ്ഞ് പറ്റിച്ചതല്ല, ഞാൻ നേരിട്ട് കണ്ടതാ, എനിക്കത് ഫീൽ ചെയ്തതാ. ആ ഒരു സ്ത്രീക്ക് അവർക്ക് എന്തൊക്കെയോ കഴിവുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഗുരു ദിനേശിന്റെ കടയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി പേടിച്ചിട്ട് എന്തോ കയ്യിലെടുത്തിട്ട് പോകുന്നുണ്ട്. ഈ കുട്ടിയുടെ പേര് ശാന്തി എന്നാണ്. അപ്പൊ ഗുരു അവളെന്തോ കൊണ്ടുപോകുന്നേ? പതിയെ നോക്കുമ്പോഴാണ് അതൊരു മദ്യക്കുപ്പിയാണ്. അപ്പൊ ഗുരു അല്ല നീ ഇത് എന്താ വാങ്ങിട്ട് പോന്നേ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഞാനൊരു ഓർഫനേജിലാ, അവിടെ ഒരു വാർഡനുണ്ട്, അയാളാണ് ഇത് വാങ്ങാൻ പറഞ്ഞു വിട്ടെ. അതുമാത്രല്ല അയാൾ എന്നെ വല്ലാതെ ഉപദ്രവിക്കും, വല്ലാതെ ശരീരം വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഒരു മുറിവിന്റെ പാടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മുറിവിന്റെ പാടുകളില്ലേ അത് ഫോട്ടോ എടുക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. ഇനി ആവശ്യം വന്നാൽ ആ തെളിവ് പോലീസിന് കാണിക്കുകയും വേണം. അങ്ങനെ അവര് നേരെ പോകുന്നത് ആ ഒരു ഓർഫനേജിലെ വാർഡനോട് സംസാരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ബാലു ഇല്ലേ ഇപ്പോൾ അവിടെ വാച്ച്മാനായിട്ട് ജോലിയാണ്. ഗുരുവും ടീമും ദേഷ്യത്തില് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ബാലു പറയുന്നുണ്ട് അയാള് ഭയങ്കര ദേഷ്യമുള്ളൊരുത്തനാ. എന്നാൽ അവര് കേൾക്കാതെ വാർഡനോട് ഇനി മേലില് ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികളെ ഉപദ്രവിച്ച് നിറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. എന്നാൽ വാർഡനാണെങ്കിൽ ആഹാ എന്നാ പിന്നെ ഏൽപ്പിക്കടാ. അങ്ങനെ വാർഡനില്ലേ അവരോട് ഫൈറ്റിന് വരികയാണ്. അതിന്റെ ഇടയിൽ ദിനേശിന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് ഒരു ബോട്ടിൽ എടുത്തിട്ട് അയാളുടെ തലമുണ്ട അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ ഫ്രണ്ട്സ് ദിനേശിനെ തടുത്തിട്ട് ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ, വാ നമുക്ക് പോവാം. അവരുടെ കയ്യിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ എവിഡൻസ് ഉണ്ടല്ലോ. അങ്ങനെ നേരെ സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ ഇൻസ്പെക്ടറുടെ കയ്യിൽ ആ എവിഡൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു വാർഡനില്ലേ ഇതുപോലെ പല പെൺകുട്ടികളും ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ അയാൾക്ക് വേണ്ട മദ്യം അതുപോലെ പല സാധനങ്ങളും വാങ്ങാനും ആ ചെറിയ മൈനർ ആയിട്ടുള്ള കുട്ടികളാണ് അയക്കുന്നത്. അവർക്കൊരു നീതി വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇൻസ്പെക്ടറും ആ ഒരു വാർഡന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, തൽക്കാലം നിങ്ങളിപ്പോൾ പോയിക്കോ. അങ്ങനെ അന്ന് രാത്രി ആ ഒരു ഓർഫനേജിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ആ വാർഡൻ ഉപദ്രവിച്ച ശാന്തി എന്ന ചെറിയ പെൺകുട്ടിയില്ലേ അവള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നാൽ അവളുടെ മൈൻഡ് അവളുടെ കൺട്രോളിലല്ലാത്ത പോലെ ഒരു ഭ്രാന്തി പിടിച്ച പോലത്തെ അവസ്ഥയിലാണ്. അങ്ങനെ കയ്യിൽ കത്തിയുമായിട്ട് നേരെ അവൾ എങ്ങോട്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വാർഡനില്ലേ അയാളുടെ അരികിലേക്കാണ്. ഒന്നും അറിയാതെ ഉറങ്ങുന്ന ആ വാർഡന്റെ കഴുത്തിൽ തന്നെ അവളെ വെട്ടി അയാളെ കൊലപ്പെടുത്താണ്. അങ്ങനെ അടുത്ത ദിവസമില്ലേ നമ്മുടെ ഗുരു ജാൻസിക്ക് പാല് കൊടുക്കാൻ വീട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രാത്രി വാർഡൻ കൊലപ്പെട്ടില്ലേ ആ കാര്യം ജാൻസിയോട് പറയാണ്. അത് കേട്ടപ്പോൾ അവൾ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ആ ഒരു മന്ത്രവാദിനി മുത്തശ്ശി കാണാൻ പോയില്ലേ. അപ്പോൾ അവര് പറഞ്ഞെന്താ ഒരു 4 ആളുകളുമായിട്ട് ഒരാള് ഫൈറ്റ് ചെയ്യും, അവസാനം അയാള് കൊല്ലപ്പെടുന്നില്ലേ. അതുപോലെ ഗുരുവും ടീമുമായിട്ട് ആ വാർഡൻ ഫൈറ്റ് ചെയ്തു, അവസാനം വാർഡൻ കൊല്ലപ്പെടുകയും ചെയ്തില്ലേ. എന്നാൽ ജാൻസിക്ക് വ്യക്തമായിട്ട് ആ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരൊക്കെ ആയിരിക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടറും ടീമും ആ ഒരു കൊലപാതകം നടന്ന ഓർഫനേജിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവിടെയും ബാലുവിനെ കാണുന്നത്. അപ്പൊ അവന്റെ കാരണത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഇൻസ്പെക്ടർ എന്താ കരുതുന്നത് വെച്ചാല് ഇതുവരെ എവിടെയൊക്കെ കൊലപാതകം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ബാലു ഉണ്ടായിട്ടില്ലേ, അപ്പോ ഇവൻ തന്നെയായിരിക്കും ആ കൊലപാതകത്തിന്റെ ഒക്കെ പിന്നിലെന്നാണ്. ഇൻസ്പെക്ടർ പൊന്നുമോനെ ബാലു, മരണം നടന്ന എല്ലാ സ്ഥലത്തും നീയുണ്ട്, അപ്പോ നീ ചെയ്ത കൊലപാതകം സമ്മതിച്ചേക്ക്. എന്നാല് ബാലു ആണെങ്കിൽ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നാല് വാർഡനെ കൊന്നത് ആരാന്ന് എനിക്കറിയാം. അപ്പോഴാണ് ബാലു എന്താ കണ്ടെന്നുള്ള ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് വാർഡൻ നല്ല ഉറക്കല്ലേ, അപ്പോൾ നമ്മുടെ പെൺകുട്ടി ശാന്തിയെ കൊണ്ട് ഒരു കുപ്പി വായിപ്പിച്ചിട്ടില്ലേ, അയാള് കുറച്ച് കുടിച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ബാലു വന്നത്. അപ്പോഴാണ് ഉള്ളിലേക്കൊരു പെൺകുട്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് മാറി ആരെ വരുന്നു നോക്കിയപ്പോഴാണ് നമ്മുടെ ശാന്തി കയ്യിലൊരു കത്തിയുമായിട്ട് ഉള്ളിലേക്ക് വരുന്നതും അതുപോലെ വാർഡനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നതും നമ്മുടെ ബാലു നേരിട്ട് കാണുന്നത്. അപ്പോൾ കൊലപാതകം ചെയ്തത് ശാന്തിയാണെന്ന് ബാലു പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ നേരെ ശാന്തിയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ വാർഡനെ കൊന്നേ
എന്നാലും ശാന്തി സാറേ എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല, ഞാനൊന്നുമല്ല. അപ്പോൾ ബാലു പറഞ്ഞത് നുണയാന്ന് ഉറപ്പായില്ലേ? അപ്പോൾ വീണ്ടും ബാലുവിനെ ഇൻസ്പെക്ടർ എടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രാമത്തലവൻ വിശ്വയില്ലേ, ഇൻസ്പെക്ടറെയും ഡോക്ടറെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ ഒരു കൊലപാതകം ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. ഈ കേസിൽ നിങ്ങളുടെ ശ്രദ്ധ കുറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ 3 കൊലപാതകം നടന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ആ കൊലയാളിയെ വൈകാതെ ഞങ്ങൾ പിടിച്ചിരിക്കും. അതേ സമയത്ത് നമ്മുടെ ജാൻസിയോട് ഓൾറെഡി ആ കൊലപാതകം നടക്കാൻ പോകുന്ന കാര്യം മന്ത്രവാദിനി മുത്തശ്ശിയല്ലേ പറഞ്ഞേ. അപ്പോൾ വീണ്ടും അവരെ കാണാൻ വരികയാണ്. എന്നിട്ട് അല്ല മുത്തശ്ശി, ആ ഒരു മരണം നടക്കുന്നു നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നെങ്കിലേ എങ്ങനെയെങ്കിലും അതൊന്ന് തടുത്തുകൂടായിരുന്നോ? എന്നാൽ അവരാണെങ്കിലേ ഈ ലോകത്ത് നടക്കാൻ ഉറപ്പുള്ള കാര്യം നമുക്ക് തടുക്കാൻ പറ്റില്ല. അപ്പോൾ ജാൻസി, എനിക്ക് ചില കാര്യങ്ങളോട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്നാലും മുത്തശ്ശിയാണെങ്കിലേ ഞാൻ പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും നിന്നോട് പറയാനില്ല. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജാൻസി അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ പൂജയിലെ ജാൻസിയുടെ അസിസ്റ്റന്റ് അവള് നേരെ ദിനേശിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. ആരെങ്കിലും ആ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിലേ രാത്രി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തിറങ്ങരുത്. നാളെ ഞായറാഴ്ചയും പുറത്തിറങ്ങരുത്. എന്നാൽ ഗുരുവിനും ഫ്രണ്ട്സിനും ഒരു പേടിയില്ലല്ലോ. ഇത്ര നാളായിട്ട് അങ്ങനെ ഒരു ആപത്ത് അവർ കണ്ടിട്ടുമില്ല. ആരും പുറത്തേക്ക് ഇറങ്ങാത്ത സമയത്ത് 2 അടിക്കാലോ. അപ്പോഴാണ് ദൂരെ വെള്ള സാരി ഉടുത്ത ഏതൊരു സ്ത്രീ പോകുന്നത് അവര് കാണുന്നത്. അവരെല്ലാവരും വല്ലാതെ പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോണ്. എന്നാലും ഗുരു എന്തായാലും അതെന്താന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂന്ന് അവിടെ ധൈര്യത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് ആ വന്നത് ആരാണെന്ന് ഗുരു കാണുന്നേ. അത് വേറെ ആരുമല്ല, നമ്മുടെ ജാൻസിയാണ്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് എന്തിനാടാ നിന്റെ ഫ്രണ്ട്സ് പേടിച്ച് ഓടിപ്പോയെ? അപ്പൊ ഗുരു പിന്നെ പേടിക്കാതെ, ഓൾറെഡി ഈ നാട്ടില് അങ്ങനെ ഭയപ്പെടുന്ന ഒരു കഥയുണ്ട്. അപ്പോ നിങ്ങള് വെള്ളസാരി എടുത്തു വന്നു കഴിഞ്ഞാല് പിന്നെ അവർ ഓടാതിരിക്കുവോ? അപ്പോ ജാൻസി, അല്ല നിങ്ങൾക്ക് ശനിയും ഞായറും രാത്രി പുറത്തിറങ്ങുമ്പോൾ പേടിയൊന്നുമില്ല? എന്ത് പേടി, വർഷങ്ങളായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജാൻസിക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അല്ല ശനിയും ഞായറും ഇവരിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകം ചെയ്യുന്നത് ഇവരാണെങ്കിലോ? എന്നാൽ ജാൻസി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഗുരുവാണ് ജാൻസിയെ അവളുടെ വീട്ടിൽ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു, മാഡം സേഫായിട്ടിരിക്കെ, എന്തെങ്കിലും പ്രശ്നം ഉള്ള പോലെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ വിളിച്ചാൽ മതി. അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടറില്ലേ, ഡോക്ടറിന്റെ ഭാര്യ അവരുടെ കുടുംബത്തിൽ പോയതാണ്, വീട്ടിലില്ല. അപ്പോൾ ഡോക്ടറിന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ബാലുവിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറിന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വാതിൽ തട്ടാണ്. അപ്പോൾ ബാലുവും ആരാന്ന് ചോദിക്കുമ്പോൾ മറുപടി ഒന്നുമില്ല. ചിലപ്പോൾ വല്ല കല്ലോ എന്തെങ്കിലും വന്ന് തട്ടിയതായിരിക്കും. അപ്പോഴാണ് വീണ്ടും വാതിൽ തട്ടുന്നത്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ബാലു നീ ഒന്ന് പോയി നോക്ക്, ഡോക്ടറെ പേടിക്കാനൊന്നുമില്ല, അതേതെങ്കിലും ചെറിയ കുട്ടികൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വാതിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഡോക്ടർ തന്നെ എന്താന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ ഡോക്ടറില്ലേ ആ വാതിൽ തുറന്നപ്പോൾ ഏതൊരു വെള്ള സാരി ഉടുത്ത സ്ത്രീയാണ് വന്നിട്ടുള്ളത്. അവര് ഡോക്ടറെയും കൊലപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവാണ്. അതേസമയത്ത് നമ്മുടെ ഗ്രാമത്തലവന്റെ മോള് പത്മയും അതുപോലെ ഫ്രണ്ട് ഷീലയിലെ ഉറങ്ങാൻ കിടന്നതാണ്. എന്നാൽ ഷീലക്ക് ഉറക്കം വരുന്നില്ല. എന്തായാലും ബാൽക്കണിലൂടെ പുറത്തേക്ക് ഒന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പൂജയിലെ ജാൻസിയുടെ അസിസ്റ്റന്റ് അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ആരുടെ നിയന്ത്രണത്തിൽ നടന്നു പോകുന്ന പോലെ എങ്ങോട്ടോ പോകുന്നത് അവള് കാണുന്നേ. അപ്പോ പിന്നാലെ പോയ ഷീല അവളുടെ തോളിൽ കൈവച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവള് ദഹിപ്പിക്കുന്ന പോലെ ഷീലയെ നോക്കുകയാണ്. ഷീല ഒന്ന് പേടിച്ചു പോയപ്പോ പൂജ അവള് വീണ്ടും മുന്നോട്ട് നടന്നു പോവാണ്. ഇവൾക്ക് എന്താ പറ്റിയേ? ഷീല അവളൊരു വ്ളോഗർ അല്ലേ, ആ ഒരു വിഷ്വല് റെക്കോർഡ് ചെയ്തെടുക്കാണ്. അപ്പോൾ ആരോ അവളുടെ തോളിൽ കൈവെക്കാണ്. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ പത്മ തന്നെയായിരുന്നു. ഷീലയെ കാണാതായപ്പോൾ വന്നതാണ്. അപ്പോൾ പത്മയോടും ഷീല കണ്ട കാര്യങ്ങളും ആ ഒരു വിഷ്വലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഇൻസ്പെക്ടർ ഡോക്ടർ കൊല്ലപ്പെട്ടറിഞ്ഞിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതേ സ്ഥലത്ത് നമ്മുടെ ബാലുവിനെ കാണുകയാണ്. വീണ്ടും ബാലുവിന്റെ മേലെ കടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കൊല്ലപ്പെട്ടറിഞ്ഞിട്ട് നമ്മുടെ വിശ്വയും ഭാര്യ ജനനിയും അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ഇൻസ്പെക്ടറിന്റെയും അതുപോലെ വിശ്വയുടെയും മുഖത്ത് വല്ലാത്ത എന്തോ പേടിയുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടറോട് വിശ്വ, ഒന്നുകിൽ അടുത്തത് നീ ആയിരിക്കും അല്ലെങ്കിൽ ഞാനായിരിക്കും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവർ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മാത്രം ഉറപ്പാവുന്നുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന കൊലപാതകല്ലേ അതാരോ നേരിട്ട അനീതിക്ക് അവർ പക വീട്ടുന്നതാണ്. എന്നാൽ ഇൻസ്പെക്ടർ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഗുരു അവന്റെ സ്കൂട്ടിയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടറും ആൾക്കാരുമില്ലേ അവനെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഗുരുവിനെയും അതുപോലെ ഗുരുവിന്റെ 3 കൂട്ടുകാരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഇവരെ ഇപ്പോൾ എന്തിനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാല് കഥയുടെ ആരംഭത്തിൽ ഒരു നഴ്സ് കൊല്ലപ്പെട്ടിരുന്നില്ലേ, അവര് മരണപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ദിനേശ് അവർക്കൊരു ഫംഗ്ഷനിൽ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടായിരുന്നു. എന്നാൽ ഫോട്ടോസിന് ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇവർ തമ്മിൽ ആർഗ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ, അന്ന് ആ ഒരു നഴ്സ് നിന്നെ അപമാനിച്ചതിന്റെ പക വീട്ടാനല്ലേ നീ അവരെ കൊലപ്പെടുത്തിയെ? എന്നാൽ ദിനേശ് ആണെങ്കിൽ ചെറിയ പ്രശ്നത്തിന് എന്തിനാ സാറെ കൊലപ്പെടുത്തുന്നത്? ഞാനല്ല. അപ്പോഴാണ് മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള ജീവയെ വിളിപ്പിക്കുന്നത്. അതായത് രണ്ടാമത് വർഷ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടില്ലേ, അവള് മരണപ്പെടുന്നതിന് മുൻപ് ജീവയാണ് ആ വീട്ടിലെ TV റിപ്പയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു വീടും പരിസരമൊക്കെ നോട്ട് ചെയ്തിട്ട് രാത്രി അവളെ കൊലപ്പെടുത്തിയതല്ലേ. അതുമാത്രമല്ല മൂന്നാമത് കൊല്ലപ്പെട്ടത് വാർഡനാണ്. ആ ഒരു വാർഡനെ ശാന്തി എന്ന പെൺകുട്ടിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പഞ്ഞി കിട്ടില്ലേ, എന്നിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വന്നു. അന്ന് രാത്രിയാണ് ആ വാർഡനും കൊല്ലപ്പെട്ടെ. അപ്പോൾ അയാളെയും നിങ്ങൾ തന്നെയാ കൊലപ്പെടുത്തിയെ. ഇപ്പോൾ 4ാമതായിട്ട് ഡോക്ടർ കൊല്ലപ്പെട്ടില്ലേ.
അയാളെ എന്തിനാ കൊന്നേ ആ ഒരു സത്യം കൂടി പറഞ്ഞിട്ട് എങ്ങനെയാ കൊലപാതകം ചെയ്തതെന്ന് വ്യക്തമായിട്ടങ്ങ് പറയാൻ നോക്ക്. എന്നാൽ അവരാണെങ്കിൽ സാറേ ഞങ്ങൾ ആരും കൊന്നിട്ടില്ല. എന്നാൽ കുറച്ചു നേരത്തെ ഇൻസ്പെക്ടറുടെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായതല്ലേ, അതായത് ഈ ഒരു കേസ് ഇവരുടെ തലയിൽ വെച്ചു കൊടുക്കാനാണ് ഇൻസ്പെക്ടർ ട്രൈ ചെയ്യുന്നത്. എന്നാൽ ഗുരുവും ഫ്രണ്ട്സും പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ചെയ്തേ, അവരുടെ അമ്മയും ഫാമിലിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ മക്കള് അങ്ങനെ ചെയ്യില്ല. എന്നാൽ ആര് കേൾക്കാനാണ്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാൻസി വരുന്നതും ആ ഒരു കൊലപാതകമൊക്കെ അവരുടെ തലയിലേക്ക് ആരും അറിയുന്നത്. ഓൾറെഡി ജാൻസിക്കും അവരുടെ മേലെ സംശയം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാനൊന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കട്ടെന്ന് പറഞ്ഞിട്ട്, അല്ല സാറേ എന്ത് തെളിവിന്റെ പേരിലാ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇൻസ്പെക്ടർ, അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ, നീ എന്നെ പഠിപ്പിക്കാനായിട്ടില്ല. എന്താ മോളെ, അവരില്ലാതെ നിനക്ക് പറ്റുന്നില്ലേ? അങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. ഒരു മീഡിയ റിപ്പോർട്ടറായ ജാൻസിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഗുരുവിന്റെ അമ്മ ആ ഗ്രാമത്തലവൻ വിശ്വയുടെ ഫാമിലി അല്ലേ. അപ്പോൾ ഗുരുവിന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ മോനും കൂട്ടുകാരും അവരൊരു കുറ്റം ചെയ്തിട്ടില്ല, ആ ഇൻസ്പെക്ടറോട് അവരെ റിലീസ് ചെയ്യാൻ പറ. അതുപോലെ പത്മയും ഷീലയും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വിശ്വ ആണെങ്കിൽ അവരൊരു കുറ്റവും ചെയ്യാതെ വെറുതെ അറസ്റ്റ് ചെയ്യില്ലല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കാൻ പറ. അങ്ങനെ ഗുരുവിന്റെ 4 ഫ്രണ്ട്സിന്റെ ഫാമിലിയും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷന്റെ പുറത്ത് സമരം നടത്തുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ജാൻസി ഇല്ലേ, അവള് ACP വേഷത്തില് ആ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വരികയാണ്. ജാൻസി കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ ഇൻസ്പെക്ടറിന് ഒരു കോള് വരുന്നുണ്ട്. അപ്പോഴാണ് ഇൻസ്പെക്ടർ അറിയുന്നത് നമ്മുടെ ജാൻസി ACP ആണെന്നും ഇൻസ്പെക്ടർ ഇനി ജാൻസിയെ അസിസ്റ്റ് ചെയ്യണമെന്നും. അപ്പോൾ ഒരു തെളിവില്ലാതെ ഇൻസ്പെക്ടർ അവരുടെ 4 പേരുടെ തലയിൽ ആ കേസ് വെച്ചു കൊടുക്കാൻ ശ്രമിക്കായിരുന്നില്ലേ. അപ്പോൾ ജാൻസി അവരെ റിലീസ് ചെയ്തിട്ട് മാസായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അല്ല മേഡം നിങ്ങൾ പോലീസ് ഓഫീസറായിരുന്നോ? അപ്പോഴാണ് ജാൻസി എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് ജാൻസിയുടെ കൂട്ടുകാരിയായിരുന്നു ജേർണലിസ്റ്റ് വർഷ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ നാട്ടിലെ അമാനുഷിക കഥകളെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം അന്വേഷിക്കാനാണ് അവൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ പിന്നീട് അവള് തിരിച്ചു വന്നിട്ടില്ല. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ വർഷ അവളൊരു ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ, ഈ നാടിനെ കുറിച്ച് അറിയാൻ വന്നിട്ടാണ് അവൾ മരണപ്പെട്ടത്. അപ്പോൾ തന്റെ കൂട്ടുകാരിക്ക് എന്താ സംഭവിച്ചെന്നറിയാനേ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ജാൻസിയും വർഷയെ പോലെ ജേർണലിസ്റ്റ് ആയിട്ട് ഇത്രയും നാളും അഭിനയിച്ചത്. എന്നിട്ട് ജാൻസി പറയുന്നുണ്ട്, ആ ഇൻസ്പെക്ടറിന് നിങ്ങളുടെ മേലെ സംശയം കൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തേ. എന്നാൽ അയാൾക്കുള്ള സംശയം പോലെ തന്നെ എനിക്കും നിങ്ങളുടെ മേലെ തന്നെയാണ് സംശയം. അപ്പോൾ നിങ്ങളാണ് ചെയ്തതെങ്കിൽ എന്നോട് ഓപ്പണായിട്ട് പറ. എന്നാൽ അവർ 4 പേരും ഇല്ല മേഡം, സത്യമായിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഷീല പറയുന്നത്, മേഡം എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാന്ന്. അത് വേറെ ആരുമല്ല, നിങ്ങളുടെ അസിസ്റ്റന്റ് പൂജയില്ലേ അവളാണ്. എന്നാൽ പൂജയാണെങ്കിൽ നീ എന്താ പറയുന്നത്, ഞാനാണെന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഷീല പറഞ്ഞത് സത്യം മേഡം. കാരണം ഒരു ദിവസം ഇവരുടെ ശരീരത്തിലെ രക്തമൊക്കെ ആയിട്ട് ഇവര് നടന്നു പോകുന്നത് നമ്മൾ 2 പേരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെത്ര പറഞ്ഞിട്ടും പൂജ അവള് സമ്മതിക്കുന്നില്ല, ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ജാൻസിയില്ലേ, ഇവര് പറഞ്ഞ പോലെ പൂജയുടെ ഡ്രസ്സിൽ ഏതെങ്കിലും രക്തം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവര് പറഞ്ഞ പോലെ രക്തമുള്ള ഡ്രസ്സ് കിട്ടുകയാണ്. അത് കണ്ടപ്പോൾ പൂജ അവള് ഷോക്കായിട്ട് ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ജാൻസി പറയുന്നുണ്ട്, നമ്മൾ ഈ നാട്ടിലേക്ക് വരുന്നതിന് മുൻപും കൊലപാതകം നടന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്ന കൊലപാതകത്തിന് ഇതുവരെ നമ്മൾ കരുതിയ പോലെ ഒരു ആത്മാവോ മറ്റ് അമാനുഷിക ശക്തിയൊന്നുമല്ല, ഏതൊരു വ്യക്തികളാണുള്ളത്. അത് വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോഴാണ് ഗൗരവും ഫ്രണ്ടും ഓർക്കുന്നത്, അതായത് ഈ കൊലപാതക നടന്ന സ്ഥലത്ത് ബാലു ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ബാലുവിനോട് ചോദിച്ചു നോക്കുമ്പോൾ ബാലു എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. എന്നാൽ എന്താണ് വ്യക്തമായിട്ട് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതറിഞ്ഞപ്പോൾ അവരില്ലേ നേരെ ദിനേശിന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് അവനെടുത്ത ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് നിലവിൽ കൊല്ലപ്പെട്ട 4 ആളുകളിലെ അവരുടെ 4 പേരുടെ ഫോട്ടോയും ദിനേശ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ഗ്രാമത്തലവൻ വിശ്വയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഫോട്ടോ എടുത്തില്ലേ, അന്ന് വിശ്വയുടെ ഭാര്യ ജനനിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു നഴ്സിന്റെയും നമ്മുടെ സുമയുടെയും ആ ഒരു ചെറിയ പെൺകുട്ടി ജനനിയുടെയും ജാൻസിയുടെ കൂട്ടുകാരി പൂജയിലെ അവളുടെ അടക്കം ആ ഒരു മേഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടേത് മാത്രമല്ല, ഇതുപോലെ കുറേയധികം ആളുകളുടെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവര് മാത്രം എങ്ങനെയാ ഒന്നുകിൽ കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ കൊലപാതകമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുന്നത്. അപ്പോഴാണ് ദിനേശ് ഓർക്കുന്നത്, അതായത് ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്തത് വൈകുന്നേരം 6 മണി സമയത്താണ്. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഏകദേശം രാത്രി 6 മണി സമയത്ത്. അപ്പോൾ ഈ ഫോട്ടോ ആയിട്ട് എന്തെങ്കിലും ഈ കേസിന് കണക്ഷൻ ഉണ്ടോ എന്ന് അവർക്ക് സംശയം തോന്നാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഗ്രാമത്തലവനില്ലേ അങ്ങേര് ജാൻസിയും പൂജയും കാണാന് അങ്ങേര് അറേഞ്ച് ചെയ്ത് കൊടുത്ത അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങളൊരു പോലീസുകാരിയാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഈ ഒരു ഗ്രാമം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, കുറച്ചധികം അപകടങ്ങൾ ഉള്ളൊരു നാടാ. അപ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോ. അതായത് ചെറുതായിട്ട് ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങേര് തിരിച്ചു പോവാണ്. സംഭവം ജാൻസിക്ക് കത്തിയിട്ടുണ്ട്. അതേപോലെ അടുത്ത സീനില് നമ്മുടെ
ദിനേശ് അടക്കമുള്ള 6 ഫ്രണ്ട്സിനെ ഒരു സംശയം വന്നിട്ടില്ലേ. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തെളിയിക്കണമെങ്കിൽ അവര് വേറെ ആരുടെങ്കിലും ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അവർക്ക് അപകടം സംഭവിക്കോ ഇല്ലയോ നോക്കാലോ. അപ്പോൾ ഇനി ആരുടെ ഫോട്ടോ എടുക്കാന്ന് അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആരുടെയും എടുക്കാം. അപ്പോഴാണ് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളെ കാണുന്നത്. ഇങ്ങനെയുടെ ഫോട്ടോ എടുത്താല് ഇനിയിപ്പോ ഇയാൾ ആരെങ്കിലും കൊലപ്പെടുത്തോ എന്ന് നോക്കാലോ. അങ്ങനെയുടെ ഫോട്ടോ എടുക്കാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ ബാലുവിനെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടിരാണ്. എന്നിട്ട് അവന് വയറ് നിറച്ച് മദ്യമായി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും പൊരിഞ്ഞ് അടിയടിച്ചിട്ട് അവസാനം ബാലുവിനെ ഇൻസ്പെക്ടർ തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ ഗുരുവും ഫ്രണ്ട്സും ഇല്ലേ ആ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത പ്രായമായിട്ടുള്ള ആള് എന്താണ് ചെയ്യുന്നത് ഓരോ നിമിഷവും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ ആ പെൺകുട്ടികൾക്കും എന്താ സംഭവിക്കുന്നത് കാണണ്ടേ. അപ്പോൾ അവർക്ക് വീഡിയോ കോൾ എടുത്തിട്ട് ആ ഒരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം അങ്ങേർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നില്ലേ അങ്ങേരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് എങ്ങോട്ടേക്കോ വേഗത്തിൽ നടന്നു പോവാണ്. അല്ല അങ്ങനെ എങ്ങോട്ടാ പോകുന്നേ. അവരും പിന്നാലെ പോകുമ്പോ നമ്മുടെ ഇൻസ്പെക്ടർ ജീപ്പിൽ വന്നോണ്ടിരിക്കുന്നില്ലേ ആ ജീപ്പിന്റെ മുമ്പ് പോയി നിൽക്കാണ്. അപ്പൊ ഇൻസ്പെക്ടർ ജീപ്പിന്റെ മുമ്പിലല്ലാതെ വേറെ എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. തനിക്ക് എവിടെയെങ്കിലും പോകണോ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ. അപ്പോൾ അങ്ങനെ ഒന്നും പറയാതെ ആ വണ്ടിയിൽ കയറാണ്. അപ്പോഴാണ് ഗുരുവും ഫ്രണ്ട്സും കരുതുന്നത് ആഹാ അങ്ങനെ വണ്ടി കയറിയല്ലോ നമുക്കും നമ്മുടെ വണ്ടി എടുത്ത് വന്നാൽ മതിയായിരുന്നു. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോ ഇൻസ്പെക്ടറുടെ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ആവാണ്. അല്ല എന്താ പെട്ടെന്ന് നിന്നേ. അവരും പോയി നോക്കുമ്പോ ഇൻസ്പെക്ടറിനെ ക്രൂരമായിട്ട് അങ്ങേര് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ട് ബാലു തരിച്ചു നിൽക്കാണ്. അങ്ങനെ ഗുരുവും ഫ്രണ്ട്സും ഇല്ലേ അവിടുന്ന് നേരെ ഓടി ജാൻസിയോട് കാര്യം പറയാൻ വരികയാണ്. അതായത് ഈ നാട്ടിലെ ആരാണ് കൊല ചെയ്യുന്നതെന്നറിയോ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വൈകുന്നേരം 6 മണി സമയത്ത് നമ്മുടെ ദിനേശിന്റെ കയ്യിലുള്ള ക്യാമറയില് ആരെയൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് അവരാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. എന്നാൽ ജാൻസിക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഒരാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് കൊലപാതകം ചെയ്യാന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത സീനില് ഫ്രണ്ട്സ് ദിനേശിനോട് ചോദിക്കുന്നുണ്ട് അല്ലടാ ഈ ക്യാമറ വെച്ചിട്ട് നീ അധികം ഫോട്ടോ എടുക്കാറില്ലല്ലോ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയേ. അപ്പോഴാണ് ദിനേശ് പറയുന്നത് അതായത് കഥയുടെ ആരംഭത്തിൽ ഈ ഒരു നാട്ടിൽ ഒരു ഉത്സവം നടന്നില്ലേ അതിന്റെ ഇടയിലാണ് നമ്മുടെ ചെറിയ പെൺകുട്ടി ശാന്തിയിലെ അവള് ആ ഒരു ക്യാമറ എടുത്തിട്ട് ദിനേശിനോട് ചേട്ടാ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നില്ലേ ഇത് നിങ്ങളുടെ ക്യാമറ ആണോ അവിടെ നിലത്ത് കിടന്നെന്ന് പറഞ്ഞു കൊടുക്കുന്നേ. അപ്പോൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അതൊരു റിയൽ ക്യാമറയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ട് ഞാനത് എടുത്തു വെച്ചതാ. അപ്പോഴാണ് ദിനേശ് പറയുന്നത് അന്ന് ആ ക്യാമറ കിട്ടിയപ്പോൾ അതിന്റെ കൂടെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ആ കാർഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കാർഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുപോലും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു മെമ്മറി കാർഡ് തേടിയെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്യാമറയിൽ നമ്മുടെ ഹീറോയിൻ ജാൻസിയുടെ കൂട്ടുകാരി വർഷയിലെ അവൾ ഈ നാട്ടിലേക്ക് വന്നിരുന്നില്ലേ അന്ന് അവള് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ക്യാമറ അത് വേറെ ആരുമല്ല നമ്മുടെ വർഷയുടേതാണ്. അവൾ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാ ശനിയും ഞായറും രാത്രി 6 മണി കഴിഞ്ഞാല് ആ ഗ്രാമത്തിലെ ആരും പുറത്തിറങ്ങുന്നില്ലല്ലോ അതിന്റെ രഹസ്യം തേടിയിട്ടാണ്. എന്നാൽ ആ ഗ്രാമത്തിലെ പലരോടും അന്വേഷിച്ചിട്ടും ആർക്കും എന്താണ് യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതായത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാന്ന് തോന്നിയപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തിനാ ശനിയും ഞായറും ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്നേ സാധാരണ പോലെ തന്നെ അവർക്ക് അവരുടെ കാര്യം ചെയ്തൂടെ. എന്നാൽ ഇൻസ്പെക്ടർ നിങ്ങൾ വന്ന കാര്യം നടന്നെങ്കിൽ തിരിച്ച് പോകുന്നില്ല നല്ലത്. അത് കേട്ടപ്പോ വർഷയ്ക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻസ്പെക്ടറിന് ഇതിലെന്തോ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അതായത് ശനിയും ഞായറും വൈകുന്നേരം 6 മണി കഴിഞ്ഞാല് ആ ഒരു നാട്ടില് നമ്മുടെ ശാന്തിയുള്ള ഒരു ഓർഫനേജിലെ ആ ഓർഫനേജിലെ പെൺകുട്ടികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് കടത്തി കൊണ്ടുപോകാറാണ്. ആ ഒരു കാഴ്ച വർഷ കണ്ടപ്പോ അവള് വിഷ്വൽസ് റെക്കോർഡ് ചെയ്തെടുക്കാണ്. എന്നാല് ആ കാഴ്ചയിലെ ആ റൗഡികള് കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പിടികൊടുക്കാതെ വർഷ അവിടുന്ന് ഓടി അരികിലെ കാട്ടിൽ കയറാണ്. എന്നാൽ അവര് വിടുവോ. അവർ പിന്നാലെ വന്നിട്ട് അവളെ ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇവളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. കാരണം നമ്മുടെ രഹസ്യം ഇവള് മനസ്സിലാക്കിയില്ലേ. ഒരു കാര്യം ചെയ്യാം ഇവളെ തീർത്തിട്ട് എവിടെയെങ്കിലും കുഴിച്ചങ്ങ് മൂടിക്കളയാം. അപ്പോഴാണ് ഗ്രാമത്തലവനായിട്ടുള്ള വിഷുവില്ലേ അങ്ങനെ കാഴ്ച കാണുന്നേ. എന്നിട്ടും അങ്ങനെ മറുത്തൊന്നും പറയുന്നില്ല. അതായത് ആ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്രൂപ്പിന്റെ ഹെഡ് തന്നെ അയാളാണ്. അതായത് വർഷയുടെ ക്യാമറയിലെ അവൾക്ക് സംഭവിച്ച എല്ലാ വിഷ്വൽസും റെക്കോർഡായിട്ടില്ലേ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ ജാൻസിക്ക് ആ ഒരു വിഷ്വൽസ് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാണ്. ആ ഒരു വിഷ്വൽ കണ്ടപ്പോൾ അവള് ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് ജാൻസിക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ അവളുടെ ഹയർ ഓഫീസറാണ്. അങ്ങേര് പറയുന്നത് ആ നാട്ടിലെ ഗ്രാമത്തലവൻ വിഷുവില്ലേ അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അപ്പോൾ അവനൊന്നും സംഭവിക്കാതെ ഒരു പ്രൊട്ടക്ഷൻ അവന് കൊടുക്കണം. അപ്പോൾ ജാൻസിയില്ലേ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മെമ്മറി കാർഡ് വാങ്ങിയിട്ട് ഓഫീസറോട് പറയുന്നുണ്ട് ഇവരെ 4 പേരെയും സെല്ലിലെ ലോക്ക് ചെയ്ത് വെക്കി. അപ്പോൾ അവര് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ. എന്നാൽ ജാൻസി മറുത്തൊന്നും പറയാതെ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ജാൻസി ഗ്രാമത്തലവനില്ലേ അയാളെ രക്ഷപ്പെടുത്താൻ പോവാണെന്ന്. അങ്ങനെ ജാൻസിയിലെ നേരെ നമ്മുടെ വിശ്വയെ കാണാൻ പോകുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് നിനക്കൊരു കോള് വന്നില്ലേ നിന്റെ ഹയർ ഓഫീസർ അങ്ങേര് എന്റെ ഫ്രണ്ടാ. അപ്പോൾ അങ്ങേര് പറഞ്ഞ പോലെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ചോദിക്കുന്ന പൈസ ഞാൻ തന്നേക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അങ്ങനെ വിശ്വയില്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാൻസി ആണെങ്കിൽ അയാൾ പറഞ്ഞു തീരുന്നവരെ കാത്തു നിൽക്കുന്നുണ്ട്. കുറെ നേരം വിശ്വ സംസാരിച്ച ശേഷമാണ് തിരിച്ചു വരുന്നത്.
അങ്ങനെ ജാൻസിയും കൂട്ടിയിട്ട് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ കുറച്ചു ദൂരെത്തിയപ്പോൾ ജാൻസിയിലെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി തിരികെ, എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ എന്തിനങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. അങ്ങനെ വിശ്വയെ നേരെ കൂട്ടി കൊണ്ടുപോകുന്നത് ജേർണലിസ്റ്റ് വർഷയെ കൊലപ്പെടുത്തിയ ആ ഒരു സ്ഥലത്തേക്കാണ്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിശ്വ ജാൻസിയുടെ ഗണ്ണെടുത്തിട്ട് അവളുടെ നേരേക്ക് ചൂണ്ടിട്ട് നീ എന്താ കരുതിയെ, എന്നെ തൊട്ടുകളയെന്ന. അപ്പോഴാണ് വിശ്വയുടെ കൂട്ടാളികൾ പറയുന്നത് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട സാറേ, ആ വർഷയെ തീർത്തില്ലേ അതുപോലെ ഇവളെയും തീർത്തിട്ട് നമുക്ക് ഇവിടെ കുഴിച്ചിട്ട് പോയി കളയാം. അപ്പോഴാണ് പെട്ടെന്നില്ലേ വിശ്വ ആ ഒരു ഗണ്ണ് അവർക്ക് നേരെ ചൂണ്ടി അവരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് വിശ്വയില്ലേ കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോയിട്ട് അയാൾ തന്നെ ആ ഗണ്ണ് നെറ്റിയിലേക്ക് വെച്ച് സ്വന്തം ഷൂട്ട് ചെയ്യാണ്. അതായത് ഓൾറെഡി ജാൻസിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ലേ, ആ ഫോട്ടോ എടുക്കുന്ന ആളുകളാണ് കൊല്ലപ്പെടുന്നത്. എന്നാൽ വിശ്വ അറസ്റ്റ് ആണെങ്കിൽ കുറേയധികം ഫോർമാലിറ്റികളും ഹയർ ഓഫീസറോട് അതിന്റെ ഉത്തരവൊക്കെ പറയണ്ടേ. അതുകൊണ്ട് തന്നെ ആ ക്യാമറയിൽ വിശ്വയുടെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം 6 മണിക്കങ്ങ് എടുത്തതാണ്. അപ്പോൾ വിശ്വയുടെ ഉള്ളിലേക്ക് വിശ്വ കൊലപ്പെടുത്തിയ വർഷയിലെ അവളുടെ ആത്മാവ് കയറിയിട്ടാണ് അയാളെ തന്നെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ജാൻസിയിലെ അവൾക്കും സന്തോഷമാകുന്നുണ്ട്. എന്നാൽ വിശ്വയുടെ മകള് പത്മ കരുതുന്ന തന്റെ അച്ഛൻ ചെയ്തുപോയ കുറ്റത്തിന്റെ കുറ്റബോധം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് മരണപ്പെട്ടതെന്നാണ്. അങ്ങനെ പത്മയും ഫ്രണ്ട് ഷീലയും അവരുടെ നാട്ടിലേക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ എന്റെ അച്ഛൻ ഇതുപോലെ ചെറിയ പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നു മറ്റൊരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന ജാൻസിയിലെ ആ ഒരു ക്യാമറ ദിനേശിന് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആരുടെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 6 മണിക്ക് കറക്റ്റ് വിശ്വയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജാൻസി കാരണമാണ് വിശ്വ മരണപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലാവാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പത്മ പോകുന്നതിന് മുൻപ് ഒരു ഫോട്ടോ എടുക്കാനേ അവരും ആ ഒരു ക്യാമറ കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ ഫോട്ടോ എടുത്ത ശേഷമാണ് സമയം 6 മണിയായെന്ന് അവരറിയുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുമ്പോഴാണ് ഗുദാ ഹവ. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ആ ക്യാമറയിലെ ആത്മാവ് വർഷയുടേതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ആ ഗ്രാമത്തിലെ കുറേയധികം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നില്ലേ, അതിൽ മരണപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് അവര് അനുഭവിച്ച രഹസ്യം കണ്ടെത്താമെന്ന വർഷയുടെ ക്യാമറയിൽ കയറിയതും അതുപോലെ അവരുപദ്രവിച്ച ഓരോരുത്തരെയും കൊലപ്പെടുത്തിയതും. അതായത് ഈ ഒരു കഥ ഒരു ഹൊററായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഒരു മിസ്റ്ററി പോലെ ഒരു ക്രൈം ത്രില്ലർ പോലെ മാറിയിട്ട് അവസാനം ഹൊററിൽ തന്നെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? അത്യാവശ്യം ടെസ്റ്റുള്ള നല്ലൊരു കഥയായിരുന്നില്ലേ? ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴല്ലേ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതിലും നല്ല കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഇതിലും അടിപൊളി ത്രില്ലിംഗ് ഉള്ള ഒരു കിടിലൻ സീരീസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസ് കാണാത്ത എല്ലാ കൂട്ടുകാരും സീരീസ് ഉടനെ കണ്ടു നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.